നമ്മളിപ്പോൾ പോണ്ടിച്ചേരിയിലാണുള്ളത്. റോക്ക് ബീച്ചിനടുത്ത് വൈറ്റ് ടൗണിലുള്ള മ്യൂസിയമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അവിടെ മ്യൂസിയവും പാർക്കുമാണുള്ളത്. പിന്നെ ഇവിടെ ഒരു പെയിന്റിംഗ് ഗാലറിയുണ്ട്. പാർക്ക് മ്യൂസിയം കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകണം. ഭാരതി പാർക്ക് എന്നാണ് പേര്. രാജ്ഭവന്റെ നേരെ ഓപ്പോസിറ്റാണ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ആദ്യം മ്യൂസിയത്തിലേക്ക് കാണാം. ഫ്രഞ്ച് പൈതൃകവും ഇന്ത്യൻ സംസ്കാരവും കൈകോർക്കുന്ന അതുല്യ നഗരമാണ് പുതുച്ചേരി. കാലം പിന്നിലേക്ക് സഞ്ചരിക്കുന്നത് പോലുള്ള തെരുവുകൾ, നിറഞ്ഞു നിൽക്കുന്ന ചരിത്രം, കലയും സംസ്കാരവും ശ്വാസമെടുക്കുന്ന കെട്ടിടങ്ങൾ. ഇന്ന് നമ്മൾ സന്ദർശിക്കുന്നത് പുതുച്ചേരിയുടെ ഹൃദയഭാഗത്തുള്ള ഭാരതി പാർക്കും അതിനോട് ചേർന്നുള്ള പ്രശസ്തമായ പുതുച്ചേരി മ്യൂസിയവും ആർട്ട് ഗാലറിയുമാണ്. ഇപ്പോൾ നമുക്ക് പോകാം പുതുച്ചേരി മ്യൂസിയത്തിലേക്ക്. ഭാരതി പാർക്കിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയം പുതുച്ചേരിയുടെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രത്തെ ഒരിടത്ത് സംരക്ഷിച്ചിരിക്കുന്ന അറിവിന്റെ നിധിയാണ്. മ്യൂസിയത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ ആദ്യം ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ചോള രാജവംശകാലത്തെ അപൂർവ വെങ്കല ശില്പങ്ങളാണ്. ഇവിടെ 80-ലധികം ചോള വെങ്കല വിഗ്രഹങ്ങൾ സംരക്ഷിച്ചിരിക്കുന്നു. ദക്ഷിണേന്ത്യൻ ശില്പകലയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളായി ഇവയെ കണക്കാക്കുന്നു. മ്യൂസിയത്തിലെ മറ്റൊരു പ്രധാന ആകർഷണം അരിക്കമേടുകളിൽ നിന്നുള്ള പുരാവസ്തു ശേഖരങ്ങളാണ്. രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് റോമൻ സാമ്രാജ്യവുമായി വ്യാപാരബന്ധം പുലർത്തിയിരുന്ന ഒരു തുറമുഖമായിരുന്നു അരിക്കമേടു. അവിടെ നിന്ന് കണ്ടെത്തിയ മണികൾ, മൺപാത്രങ്ങൾ, നാണയങ്ങൾ, ഗ്ലാസ് വസ്തുക്കൾ തുടങ്ങിയവ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. പഴയകാല ജീവിതത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന മറ്റൊരു വിഭാഗം ഗതാഗത ഉപകരണങ്ങളുടെ പ്രദർശനമാണ്. പാലക്കി, കുതിരവണ്ടി, പുഷ് റിക്ഷ തുടങ്ങിയവ ഒരു കാലത്ത് ജനങ്ങൾ എങ്ങനെ സഞ്ചരിച്ചിരുന്നുവെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഫ്രഞ്ച് ഗവർണർമാർ ഉപയോഗിച്ചിരുന്ന ഫർണിച്ചറുകളും കണ്ണാടികളും അലങ്കാര വസ്തുക്കളും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. ഫ്രഞ്ച് ഭരണകാലത്തെ ജീവിത രീതിയിലേക്ക് ഒരു ജനൽ തുറക്കുന്നതുപോലെയാണ് ഈ ശേഖരങ്ങൾ. കലാപ്രേമികൾക്കായി മ്യൂസിയത്തിനകത്ത് ഒരു പ്രത്യേക ആർട്ട് ഗാലറിയും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ തഞ്ചാവൂർ ചിത്രങ്ങൾ, ഗ്ലാസ് പെയിന്റിങ്ങുകൾ, കോളനിയൽ കാലഘട്ട ചിത്രങ്ങൾ, ജലഛായ ചിത്രങ്ങൾ, സമകാലീന കലാസൃഷ്ടികൾ എന്നിവ പ്രദർശിപ്പിച്ചിരിക്കുന്നു.
ഓരോ ചിത്രത്തിനും പറയാനുള്ള ഒരു കഥയുണ്ട്. ചിലത് ദൈവിക വിശ്വാസങ്ങളുടെ കഥകൾ പറയുന്നു, ചിലത് ഫ്രഞ്ച് പുതുച്ചേരിയുടെ ചരിത്രം രേഖപ്പെടുത്തുന്നു, മറ്റു ചിലത് കലാകാരന്റെ ഭാവനയും വികാരങ്ങളും നമ്മിലേക്ക് എത്തിക്കുന്നു. ഫ്രഞ്ച് പൈതൃകവും ഇന്ത്യൻ സംസ്കാരവും കൈകോർക്കുന്ന അതുല്യ നഗരമാണ് പുതുച്ചേരി. കാലം പിന്നിലേക്ക് സഞ്ചരിക്കുന്നത് പോലുള്ള തെരുവുകൾ, നിറഞ്ഞു നിൽക്കുന്ന ചരിത്രം, കലയും സംസ്കാരവും ശ്വാസമെടുക്കുന്ന കെട്ടിടങ്ങൾ.
ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ മനോഹരമായ പാർക്ക് ഒരു കാലത്തൊരു സാധാരണ പാർക്ക് ആയിരുന്നില്ല എന്നതാണ് അതിശയകരമായ വസ്തുത. ഇവിടെ ഇന്ന് കാണുന്ന മരങ്ങൾക്കും പൂന്തോട്ടങ്ങൾക്കും പകരം ഒരു കാലത്ത് ഫ്രഞ്ച് സാമ്രാജ്യത്തിന്റെ ശക്തിയുടെ പ്രതീകമായിരുന്ന വമ്പിച്ച ഫോർട്ട് ലൂയിസ് എന്ന കോട്ടയായിരുന്നു നിലനിന്നിരുന്നത്. ഈ കോട്ടയ്ക്ക് 5 വലിയ ബാസ്റ്റ്യനുകളും ആഴമേറിയ കിടങ്ങും രഹസ്യ സംഭരണ മുറികളും ഉണ്ടായിരുന്നു. പാർക്കിന്റെ അടിയിൽ ഇപ്പോഴും ചരിത്രം ഉറങ്ങിക്കിടക്കുന്നു. 2018 നടത്തിയ പുരാവസ്തു ഖനനങ്ങളിൽ ഈ പാർക്കിനടിയിൽ നിന്ന് ഫ്രഞ്ച് കോട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. അതായത് നാം നടക്കുന്നത് 100 കണക്കിന് വർഷം പഴക്കമുള്ള ചരിത്രത്തിന്റെ മുകളിലൂടെയാണ്. ഭാരതി പാർക്ക് പുതുച്ചേരിയുടെ ഭൂപടത്തിലെ ഒരു സാധാരണ പച്ചപ്പിടമല്ല. ഫ്രഞ്ചുകാർ നഗരം രൂപകൽപ്പന ചെയ്തപ്പോൾ ഇതിനെ കേന്ദ്രബിന്ദുവാക്കിയാണ് റോഡുകളും ഭരണകെട്ടിടങ്ങളും ക്രമീകരിച്ചത്. ഇന്നും പാർക്കിനു ചുറ്റും രാജ്നിവാസ്, നിയമസഭ, പഴയ സർക്കാർ കെട്ടിടങ്ങൾ എന്നിവ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ്. നാല് ഭാഗങ്ങളായി രൂപകൽപ്പന ചെയ്ത പാർക്ക്. ശ്രദ്ധിച്ചാൽ പാർക്കിനുള്ളിലെ നടപ്പാതകൾ പാർക്കിനെ 4 തുല്യ ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നതായി കാണാം. ഇത് യാദൃശ്ചികമല്ല. ഫ്രഞ്ച് ഉദ്യാന രൂപകൽപ്പനയുടെ സ്വാധീനമാണ് ഈ ക്രമീകരണത്തിന് പിന്നിൽ. ഇന്ന് ഭാരതി പാർക്ക് എന്നറിയപ്പെടുന്ന ഈ സ്ഥലം പഴയ കാലത്ത് ഗവൺമെന്റ് പാർക്ക് എന്നും ചില കാലങ്ങളിൽ നെപ്പോളിയൻ പാർക്ക് എന്നും അറിയപ്പെട്ടിരുന്നു. ഫ്രഞ്ച് ഭരണത്തിന്റെ ഓർമ്മകൾ ഇന്നും ഈ പ്രദേശത്തിന്റെ ഓരോ കോണിലും കാണാം. പുതുച്ചേരിയുടെ ഔദ്യോഗിക ചിഹ്നത്തിലും പ്രത്യക്ഷപ്പെടുന്ന ആയി മണ്ഡപത്തിനു പിന്നിൽ വളരെ വ്യത്യസ്തമായ ഒരു കഥയുണ്ട്. ആയി എന്ന സ്ത്രീ തന്റെ വീട് പൊളിച്ചുമാറ്റി അവിടെ ഒരു ജലസംഭരണി നിർമ്മിക്കാൻ അനുവദിച്ചുവെന്നാണ് കഥ. നൂറ്റാണ്ടുകൾക്കു ശേഷം നഗരത്തിന് കുടിവെള്ളം എത്തിച്ച പദ്ധതിയുടെ ഓർമ്മയ്ക്കായി ഫ്രഞ്ച് ചക്രവർത്തിയായ നെപ്പോളിയൻ 3-ാമന്റെ കാലത്ത് ഈ സ്മാരകം പണി കഴിപ്പിക്കപ്പെട്ടു. ഭാരതി പാർക്ക് വെറുമൊരു പാർക്ക് മാത്രമല്ല, ഒരു കോട്ടയുടെ ഓർമ്മയും ഫ്രഞ്ച് സാമ്രാജ്യത്തിന്റെ പാദമുദ്രയും. ഒരു നഗരത്തിന്റെ ജലചരിത്രവും പുരാവസ്തുക്കൾ മറഞ്ഞുകിടക്കുന്ന ഭൂമിയും എല്ലാം ഒരുമിച്ച് ജീവിച്ചിരിക്കുന്ന പുതുച്ചേരിയുടെ ഹൃദയമാണ് ഈ സ്ഥലം. നമുക്കിനി കുറച്ചുനേരം ശാന്തമായി പാർക്കിന്റെ ദൃശ്യങ്ങൾ കാണാം.
പാർക്കിലെ മരത്തണലുകളിൽ, ബെഞ്ചുകളുടെ ഒരറ്റങ്ങളിൽ ഒരുപാട് സ്വപ്നങ്ങൾ നിശബ്ദമായി പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. പ്രണയിക്കുന്ന യുവഹൃദയങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള അനേകം പ്രതീക്ഷകൾ, ഇനിയും തുടങ്ങാത്ത ജീവിതത്തിൻ്റെ മനോഹരമായ ചിത്രങ്ങൾ. അവർ തമ്മിൽ സംസാരിക്കുന്നത് മറ്റാർക്കും കേൾക്കാനാവില്ല. പക്ഷേ അവരുടെ കണ്ണുകളിൽ തെളിയുന്ന പ്രതീക്ഷകൾ പലപ്പോഴും വാക്കുകളേക്കാൾ വ്യക്തമാണ്. ഇവിടെ പ്രണയം യുവാക്കളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ജീവിതത്തിൻ്റെ പകുതിയിലേറെ ദൂരം ഒരുമിച്ചു സഞ്ചരിച്ച ദമ്പതികളെയും കാണാം. ഒരിക്കൽ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയവർ ഇന്ന് ആ സ്വപ്നങ്ങളുടെ ഓർമ്മകളുമായി പതുക്കെ നടന്നു പോകുന്നു. അവരുടെ നിശബ്ദതയിൽ പോലും വർഷങ്ങളുടെ സ്നേഹവും വിശ്വാസവും ഒളിഞ്ഞിരിക്കുന്നു. ഒരു കോണിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ പുസ്തകങ്ങൾ തുറന്ന് നോട്ടുകൾ മറിച്ചു നോക്കി സ്വപ്നങ്ങൾക്കായി പോരാടുന്ന യുവമനസ്സുകൾ. വീട്ടിലെ ശബ്ദങ്ങളിൽ നിന്നു മാറി മരങ്ങളുടെ തണലിലും പക്ഷികളുടെ ശബ്ദങ്ങൾക്കിടയിലും അവർ തങ്ങളുടെ ഭാവി എഴുതുകയാണ്. ഇന്ന് ഒരു പുസ്തകത്തിൻ്റെ താളുകളിൽ തലകുനിച്ചിരിക്കുന്ന ഇവരിൽ ആരൊക്കെയോ നാളെയുടെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഗവേഷകരും ഭരണാധികാരികളുമായേക്കാം. ഉച്ചഭക്ഷണത്തിനു ശേഷം ക്ഷീണം മാറ്റാനെത്തുന്ന തൊഴിലാളികളെയും ഉദ്യോഗസ്ഥരെയും ഇവിടെ കാണാം. ചിലർ ബെഞ്ചുകളിലിരിക്കുന്നു, ചിലർ മരങ്ങളുടെ തണലിൽ കിടക്കുന്നു, ചിലർ കണ്ണുകളടച്ച് കുറച്ച് നിമിഷങ്ങൾ ഉറങ്ങുന്നു. നഗരത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഒരു ചെറിയ വിശ്രമം. ഒരുപക്ഷേ അതാണ് ആ ദിവസത്തെ ഏറ്റവും വലിയ ആഡംബരം.
പാർക്കിൻ്റെ മറ്റൊരു കോണിൽ ജീവിതാനുഭവങ്ങളുടെ ഒരു ലോകം തന്നെയുണ്ട്. വിരമിച്ച ജീവിതം നയിക്കുന്ന മുതിർന്നവർ. രാഷ്ട്രീയവും കായികവും പഴയ ഓർമ്മകളും കുടുംബകഥകളും. അവരുടെ സംഭാഷണങ്ങൾക്ക് വിഷയങ്ങൾക്കൊരിക്കലും അവസാനമില്ല. ചിലർ സുഹൃത്തുക്കളെ കാണാനാണ് വരുന്നത്. ചിലർ ഏകാന്തതയിൽ നിന്ന് അല്പസമയം രക്ഷപ്പെടാനാണ് വരുന്നത്. ഒരു പാർക്ക് എന്നത് മരങ്ങളും പൂക്കളും ബെഞ്ചുകളും മാത്രം ചേർന്നൊരു സ്ഥലമല്ല. നൂറുകണക്കിന് മനുഷ്യരുടെ ചെറുതും വലുതുമായ കഥകൾ ദിവസവും എഴുതപ്പെടുന്ന ഒരു തുറന്ന പുസ്തകമാണ്. ഭാരതി പാർക്കിലൂടെ നടക്കുമ്പോൾ ഇവിടെ കാണുന്നത് പ്രകൃതി മാത്രമല്ല, ജീവിതത്തെ തന്നെയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിയുടെ തിരക്കിലും ഉത്തരവാദിത്തങ്ങളിലും മുങ്ങിക്കിടന്നവർ അല്പസമയം മനസ്സിനും ശരീരത്തിനും വിശ്രമം നൽകാനാണ് ഇവിടെ എത്തുന്നത്. മൊബൈൽ ഫോണുകൾ നിശബ്ദമാകുന്ന, മീറ്റിംഗുകളും ഡെഡ്ലൈനുകളും അല്പനേരത്തേക്ക് മറന്നുപോകുന്ന ഒരു ചെറിയ സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. കുട്ടികളുമായി എത്തുന്ന മാതാപിതാക്കളെയും ഇവിടെ ധാരാളം കാണാം. ഓരോ കുട്ടിയുടെയും ചിരിയിൽ ഒരു ലോകം മുഴുവൻ സന്തോഷമുണ്ട്. അവർ ഓടുന്നു, കളിക്കുന്നു, വീഴുന്നു, വീണ്ടും എഴുന്നേൽക്കുന്നു. അവരുടെ ഓരോ ചുവടുകളും നോക്കി നിൽക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുകളിൽ സ്നേഹവും പ്രതീക്ഷയും നിറഞ്ഞിരിക്കുന്നു. ഒരു പക്ഷേ ഈ കുട്ടികളായിരിക്കും നാളെയുടെ ശാസ്ത്രജ്ഞരും അധ്യാപകരും കലാകാരന്മാരും നേതാക്കളുമെന്ന് അവർ സ്വപ്നം കാണുന്നുണ്ടാകാം. സൂര്യൻ പതുക്കെ പടിഞ്ഞാറോട്ട് ചായുമ്പോൾ ദിവസം മുഴുവൻ ഇവിടെ വന്നുപോയ നൂറുകണക്കിന് ആളുകളുടെ കഥകളും അവസാനിക്കുന്നു. പക്ഷേ നാളെ വീണ്ടും പുതിയ കഥകൾ ജനിക്കും. പുതിയ സ്വപ്നങ്ങൾ, പുതിയ സൗഹൃദങ്ങൾ, പുതിയ പ്രതീക്ഷകൾ.
അങ്ങനെ ഓരോ ദിവസവും മനുഷ്യജീവിതത്തിന്റെ അനേകം അധ്യായങ്ങൾക്ക് സാക്ഷിയായി ഭാരതി പാർക്ക് നിലകൊള്ളുന്നു. ഈ പാർക്കിലെ മരങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ അവ പറയുക ചരിത്രത്തിന്റെ കഥകൾ മാത്രമാകില്ല. പ്രണയിച്ചവരുടെ കഥകളും സ്വപ്നം കണ്ടവരുടെ കഥകളും പരാജയപ്പെട്ട് വീണ്ടും എഴുന്നേറ്റവരുടെ കഥകളും ജീവിതത്തെ സ്നേഹിച്ച സാധാരണ മനുഷ്യരുടെ കഥകളുമായിരിക്കും. കാരണം ഒരു പാർക്ക് എന്നത് ഭൂമിയിലെ ഒരു പച്ചപ്പിടം മാത്രമല്ല, മനുഷ്യജീവിതത്തിന്റെ നിശബ്ദ മ്യൂസിയമാണ്. ചില സ്ഥലങ്ങൾ നമ്മൾ സന്ദർശിച്ച് മറക്കും. ചില സ്ഥലങ്ങൾ നമ്മളെ സന്ദർശിച്ച് നമ്മുടെ ഓർമ്മകളിൽ എന്നും ജീവിക്കും. ഭാരതി പാർക്ക് അത്തരത്തിലുള്ളൊരു സ്ഥലമാണ്. ആയി എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയായ ആ സ്ത്രീയുടെ ചരിത്രമാണ് ഫൗണ്ടൻ രൂപത്തിൽ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് തോന്നുന്നു. മനോഹരമായി ആ സ്ത്രീയോടുള്ള കടപ്പാട് കാത്തു സൂക്ഷിച്ചിരിക്കുന്നു ഇന്നും. അതുകൊണ്ട് തന്നെ ആ മഹാവ്യക്തിത്വത്തെ ആരും ഈ പാർക്ക് ഉള്ളിടത്തോളം കാലം മറക്കുകയില്ല. പിന്നെ ഇവിടെ ധാരാളം വിദേശികളും വരുന്നുണ്ട്. ബീച്ചിനടുത്തായതുകൊണ്ട് ബീച്ചിൽ നിന്ന് വരുന്നവർ നേരെ ഒരു വിശ്രമത്തിനായി പാർക്കിലോ അല്ലെങ്കിൽ മ്യൂസിയത്തിലോ പോകുകയാണ് ഇവിടെ പതിവ്. സമയം വൈകിട്ടാണ് തുടങ്ങിയതുകൊണ്ടായിരിക്കും ഒരുപാട് ആളുകൾ പാർക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പാർക്ക് തിരിക്കായി തുടങ്ങി. രാത്രി കാഴ്ചകൾ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ സമയക്കുറവ് കൊണ്ട് പിന്നീട് ഒരിക്കലാകാമെന്ന് കരുതി. തൊട്ടടുത്ത് തന്നെ ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ടായിരുന്നു, പക്ഷെ അതും കവർ ചെയ്യാൻ സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല.
മറ്റൊരു സാഹചര്യത്തിൽ അതിൻ്റെയും വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. പാർക്കിലെ ഈ മനോഹരമായ കാഴ്ചകളും ഇവിടുത്തെ നിശബ്ദതയും മനുഷ്യജീവിതത്തിന്റെ ചെറുതും വലുതുമായ കഥകളും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഈ പാർക്കിലൂടെ നടന്നു പോകുമ്പോൾ ചരിത്രത്തെ കണ്ടു, മരങ്ങളുടെ തണലിൽ വിശ്രമിക്കുന്ന മനുഷ്യരെ കണ്ടു, സ്വപ്നങ്ങളുമായി പുസ്തകങ്ങൾ തുറന്നിരുന്ന വിദ്യാർത്ഥികളെ കണ്ടു, കുട്ടികളുടെ കളിച്ചിരികളിൽ നാളെയുടെ പ്രതീക്ഷകളെ കണ്ടു, ഭാവി ജീവിതം നെയ്തുകൂട്ടുന്ന പ്രണയ ഹൃദയങ്ങളെ കണ്ടു. ജീവിതത്തിന്റെ സായാഹ്നത്തിലും കൈവിടാതെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ദമ്പതികളെയും കണ്ടു. ഒരു നഗരത്തിന്റെ ഹൃദയമിടിപ്പ് എവിടെയാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് ചിലപ്പോൾ ഇത്തരം പാർക്കുകളിലായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം ഇവിടെ കാണുന്നത് മരങ്ങളും പൂക്കളും മാത്രമല്ല, ജീവിതം തന്നെയാണ്. അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളും മനോഹരമായ നിമിഷങ്ങളും സമ്മാനിച്ച ഭാരതി പാർക്കിനോട് താൽക്കാലികമായി വിട പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തുടരുകയാണ്. വീണ്ടും മറ്റൊരു മനോഹര സ്ഥലത്തിന്റെ വിശേഷങ്ങളുമായി കാണാം. അതുവരെ സ്നേഹവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ദിവസങ്ങൾ നിങ്ങളുടേതാകട്ടെ. നന്ദി, നമസ്കാരം. പിന്നെ നിങ്ങളോടൊരു സന്തോഷമുള്ള കാര്യം അറിയിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോസിലെല്ലാം ഞങ്ങൾ നിങ്ങളോട് സബ്സ്ക്രിപ്ഷനും വ്യൂസും കുറവാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ മോണിറ്റൈസേഷൻ ആയിട്ടില്ലെങ്കിലും കുറച്ചു പേർ സ്ഥിരമായി എല്ലാ വീഡിയോസും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിനൊരുപാട് നന്ദിയുണ്ട്, സബ്സ്ക്രിപ്ഷൻ ചെയ്ത് വീഡിയോ കാണുന്നവരോടും അല്ലാത്തവരോടും. നിങ്ങളോടെല്ലാവരോടും ഞാൻ ഒരു കാര്യം കൂടി ആവശ്യപ്പെടുകയാണ്. എല്ലാവരും തുടർന്നും സബ്സ്ക്രിപ്ഷൻ ചെയ്യുകയും സമയം കിട്ടുമ്പോഴൊക്കെ വീഡിയോസ് കണ്ട് വാച്ചിങ് അവർ കൂട്ടിത്തന്ന് എത്രയും വേഗം മോണിറ്റൈസേഷൻ ആകുവാൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. യൂട്യൂബിൻ്റെ 2026 അൽഗോരിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ളതുകൊണ്ട് മോണിറ്റൈസേഷൻ വളരെ വൈകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ കണ്ടാലേ എനിക്ക് ഇനീഷ്യലായിട്ട് വാച്ചിങ് ടൈം കൂട്ടാൻ കഴിയൂ. അങ്ങനെ കൂടിയാലേ യൂട്യൂബ് നമ്മുടെ വീഡിയോയ്ക്കും പ്രൊമോഷൻ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഷെയർ, കമന്റ് ഒക്കെ നൽകി വീഡിയോസ് എല്ലാം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ സൗത്ത് ഇന്ത്യൻ ട്രാവലിംഗ് വ്ലോഗിന്റെ പുതിയ വീഡിയോയുമായി ഉടനെ വരാം. ബൈ ഗായ്സ്.